ഹായ് വിശപ്പരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനത്തെ എൻ്റെ വീട്ടിലെ മണിമുല്ല കേട്ടോ വച്ചിട്ട് ഏകദേശം ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ഈ പ്രാവശ്യം മണിമുല്ല നല്ലതുപോലെ മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം മുട്ടിട്ടിരിക്കുന്നത് കാണിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ അത് നല്ല പൂത്ത് നിൽക്കുന്നത് കാണിക്കാം. ഇപ്പോൾ നമുക്ക് മുട്ടിട്ടത് കാണാം. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ മണിമുല്ല ചെറുതായിട്ടൊന്ന് മുട്ടിട്ടിട്ടു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയി കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല. ഈ പ്രാവശ്യം ഒത്തിരി മുട്ടുണ്ട് കേട്ടോ. ഞാനതിന് വള്ളി മൊത്തത്തിൽ ഞാൻ കാണിക്കില്ല, കാര്യം ഒരുപാടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് പടന്ന് പന്തലിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളൊക്കെ നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഒതുങ്ങിയ സൈഡിൽ നിങ്ങൾക്ക് വലിയ തടസ്സമില്ലാത്ത രീതിയിലാണ് ഇതിനെ നട്ട് പിടിപ്പിക്കാനായിട്ട്. കാര്യം ഞാൻ ഇത്രയും പടരുമെന്ന് ഞാൻ ഓർത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഓർക്കത്തില്ല കേട്ടോ. ഞാൻ യൂട്യൂബിലൊന്നും നോക്കി ഇതിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ചെടി നഴ്സറി പോയപ്പോൾ അവിടെ ഒരു ചെറിയ കുറ്റിയാണ് വെച്ചത് കേട്ടോ. അവർ അപ്പോൾ പറഞ്ഞു നല്ലപോലെ ഒത്തിരി പൂക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് മാത്രം തന്നതാണ്. അപ്പോൾ എനിക്കിനെ ബാക്കി അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടായിരുന്നു. എങ്കിലും ഞാൻ മേടിച്ച് നട്ടു. വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഇത് പെട്ടെന്ന് അങ്ങ് വള്ളി പടന്ന് വരാൻ തുടങ്ങി കേട്ടോ. ഇതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഒരു രക്ഷയിലുള്ളൂ. നല്ല ശക്തിയോടെ പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ വന്നത് എൻ്റെ ലാസ്റ്റ് ഞാനാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇത് പൂത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചുവടെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ആ ഒരു ചുവടിൽ ആ വള്ളിയുടെയൊക്കെ ഒരു വണ്ണം ഞാൻ കാണിച്ചു തരാം. നല്ലതുപോലെ ഗ്രോത്താണ് കേട്ടോ. ഇത് പെട്ടെന്ന് നല്ലപോലെ പുഷ്ടി വെച്ച് കയറുന്ന ഒരു വള്ളിച്ചെടിയാണ്. അപ്പോൾ സംഗതി എന്തായാലും ഈ പ്രാവശ്യം വ്യക്തമായിട്ട് ഇത് കറക്റ്റ് ഇതിൻ്റെ പൂക്കുന്ന സീസൺ എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ഈ സമയങ്ങളിലാണ്. അപ്പോൾ എന്തായാലും ചങ്ങ ഇപ്പോൾ ഏകദേശം ഡിസംബർ 6 എങ്ങാണ്ടായിട്ടുണ്ട്. ഇന്ന് ഡിസംബർ 6 ഞാനിപ്പോൾ. അപ്പോൾ ഇതിൽ ഇടയ്ക്കെന്നുള്ളൊരു മുട്ട് ഞാൻ കാണിക്കും കേട്ടോ. അപ്പോൾ അത് ഏകദേശം പൂക്കാറായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കുഞ്ഞു മുട്ടുകൾ തന്നെയാണ്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ. ഇനി ഇപ്പുറത്ത് ഞങ്ങളുടെ ഒരു തെങ്ങിലും അതുപോലെ ഒരു കമുകിലുമായിട്ട് ഈ വള്ളി കയറി പോയിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ് കേട്ടോ. അത് ഇങ്ങനെ പൂക്കാറായിട്ടും ഇതേപോലെ ഈ ഒത്തിരി കൊലയായിട്ടാണ് അത് കിടക്കുന്നത് കേട്ടോ. മുട്ട് നിൽക്കുന്നത് അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അത് പൂക്കുമ്പോൾ ഞാനത് വ്യക്തമായിട്ട് അത് വീഡിയോയിൽ പിടിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഓരോ ബ്രാഞ്ചുകൾ കേട്ടോ. പുതിയ വരുന്ന ബ്രാഞ്ചുകൾ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന എല്ലാ ബ്രാഞ്ചുകളിലും ഇപ്പോഴും വരുന്നതാണ് കേട്ടോ. ഈ നവംബർ ഡിസംബറിൽ സമയത്തുനിന്ന് എല്ലാ ബ്രാഞ്ചുകളിലും പുതിയ ബ്രാഞ്ചുകളിലും ഒരുപാട് കുഞ്ഞു മുട്ട് ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊല പോലെ ഇങ്ങനെ അങ്ങ് അറിയാമല്ലോ. നമ്മൾ മണിമുല്ല പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. കാര്യം അത് നല്ല വൈറലാണ് ഇപ്പോൾ. മണിമുല്ല എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആ ഒരു പ്രത്യേകതയും കാര്യങ്ങളും അതിൻ്റെ പൂക്കളും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതിനുശേഷം ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഒത്തിരി പേര് ഇങ്ങനെ വീഡിയോ പൂത്ത് നിൽക്കുന്നതാണ് ഇടുന്നത് കേട്ടോ. ആരും ഇതുപോലെ മുട്ടിൻ്റെ ഇങ്ങനെ തെറ്റിട്ടില്ല. അതായത് പൂത്ത് തുടങ്ങിയ പൂവും ഈ മുട്ടുമായിട്ടാണ് വിടുന്നത്. പക്ഷെ ഞാൻ ഇത് മുട്ട് മാത്രമായിട്ടാണ് ഞാനിന്ന് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലതുപോലെ പൂത്ത് നിൽക്കുന്ന വീഡിയോസ് കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ചങ്കളെ. അപ്പോൾ ഇത് എല്ലാവരും പറയുന്ന പോലെ പൂത്ത് കഴിഞ്ഞ് നല്ല മണമാണെന്നാണ് പറയുന്നത്. നല്ല മണവും അതുമാത്രമല്ല നമുക്കിവിടെ ചെറുതേനച്ച കൃഷി ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ. നമ്മുടെ പാതിരാമുല്ലയുണ്ട്. പാതിരാമുല്ലയുടെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മണിമുല്ലയുടെ അടുത്ത് പൂക്കുന്നത് ഇത് ഏകദേശം പൂക്കാറാണ്. ആ മുട്ടൊക്കെ ഇത്തിരി അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മേടിച്ച് വീടുകളിൽ നടേണ്ട ഒരു അടിപൊളി ചെടിയാണ്. പിന്നെ നല്ല തണലൂടെയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.